നമസ്കാരം. വാർത്തകളിലേക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യദിന പരിപാടികൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തത്സമയ സംപ്രേഷണത്തിലേക്ക്. പരേഡിന്റെ നാലാം നിലയിൽ സ്റ്റുഡൻസ് പോലീസ് ഗേൾസിന്റെയും ഭാരത് സ്കൗട്ട്സിന്റെയും ഭാരത് ഗൈഡ്സിന്റെയും ഓരോ കണ്ടീഷൻ നിലകൊള്ളുന്നു. ഈ കണ്ടീഷന്റെ യഥാക്രമം കുമാരി ഷിജിന മോൾ, ഗ്രൂപ്പ് ലീഡർ മാസ്റ്റർ ആശീർവാദ്, കമ്പനി ലീഡർ കുമാരി ആതിരയെയും നയിക്കുന്നു. ഈ പരേഡിൽ അവസാനമായി നിലയുറപ്പിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജകീയ സേനയുടെ ഭാഗമായിരുന്നതും കേരള പോലീസിന്റെ അഭിമാനവും തിരുവനന്തപുരം സിറ്റി സായുധ റിസർവ് പോലീസിന്റെ അവിഭാജ്യ ഘടകവുമായ അശ്വാരൂഢ സേനയും കേരള പോലീസിന്റെ ബാൻഡ് വിഭാഗവും നിൽക്കുന്നു. ഇവയെ യഥാക്രമം മൗണ്ടൻ പോലീസ് റിസർവ് ഇൻസ്പെക്ടർ ബാലമുരളിയും ബാൻഡ് സബ് ഇൻസ്പെക്ടർ ടി എബ്രഹാമും നയിക്കുന്നു. ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്ന സ്വാതന്ത്ര്യദിന പരേഡിന് താളവും മേളവും നൽകുന്നത് കേരളത്തിലെ സായുധ പോലീസ് സേനയുടെ ബാൻഡ് വിഭാഗങ്ങളാണ്. ഇവ യഥാക്രമം സിറ്റി സായുധ റിസർവ് പോലീസ്, സ്പെഷ്യൽ ആൻഡ് പോലീസ് തിരുവനന്തപുരം, കേരള ആൻഡ് പോലീസ് 3ാം ബറ്റാലിയൻ, കേരള ആൻഡ് പോലീസ് 5ാം ബറ്റാലിയൻ എന്നിവയാണ്. ഈ വിഭാഗങ്ങൾ നയിക്കുന്നത് ബാൻഡ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ എബ്രഹാം, ശ്രീ രാജീവൻ, ശ്രീ സൈമൺ, ശ്രീ ബിജുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ്. രാവിലെ കൃത്യം 8:30 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന് ദേശീയ പതാക ഉയർത്തുന്നതും പരേഡ് അഭിവാദനം അർപ്പിക്കുന്നതുമാണ്. ഈ സമയം ഭാരതീയ വായുസേനയുടെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തുന്നതാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരേഡ് പരിശോധിക്കുന്നതും എല്ലാ വിഭാഗങ്ങളും മാർച്ച് പാസ്റ്റ് നടത്തി പരേഡ് ഇറങ്ങിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതുമാണ്. അതിനുശേഷം സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നീ അവസരങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്രപതിയുടെ മെഡലുകളും മനുഷ്യ സ്നേഹത്തെ മുൻനിർത്തിയുള്ള മഹനീയ സേവനത്തിന് നൽകുന്ന ജീവൻ രക്ഷാ പതക്കങ്ങളും വിശിഷ്ട സേവനത്തിനുള്ള കേരള മുഖ്യമന്ത്രിയുടെ മെഡലുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പരേഡിൽ നൽകുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതുമാണ്. അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നതുമാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരേഡ് ഗ്രൗണ്ടിൽ നിന്നും വിടവാങ്ങുന്നതിന് മുമ്പായി ആരും തന്നെ പുറത്തു പോകരുതെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രാജ്യം ഇന്ന് 70ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്ത് വിവിധയിടങ്ങളിലായി വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. രാവിലെ 8:30 പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 8:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തും. തുടർന്ന് സായുധ സേനകളുടെ വിവിധ കലാപ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. വിവിധ മന്ത്രിമാരാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തുക. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തും. പതാക ഉയർത്തൽ 8:30 ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ് ചെങ്കോട്ടയിൽ തത്സമയ സംപ്രേഷണത്തിൽ. हमारी पोस्ट ऑफिस इंफॉर्मेशन टेक्नोलॉजी, व्हाट्सएप, मैसेजेस, ऑनलाइन ईमेल, इनके कारण धीरे धीरे पोस्ट इरेलेवेंट हो जाए. डाकघर हमारा जो हमारी एक पहचान है, हमने इस डाकघरों को पुनर्जीवित करना, पुनर्ताकतवर बनाने का. डाकघर गरीब और छोटे व्यक्ति से जुड़ा रहता है. सरकार का प्रतिनिधि अगर कोई हिंदुस्तान के सामान्य मानवी से प्यार से जुड़ा हुआ होता है तो वो डाकिया होता है. डाकिये को हर कोई प्यार करता है, डाकिया हर किसी को प्यार करता है, लेकिन उस डाकिये की तरफ कभी हमारा ध्यान नहीं जाता है. हमने बैंकों को पेमेंट बैंक, हमारे पोस्ट ऑफिस को पेमेंट बैंक में कन्वर्ट करने की दिशा में काम उठाया है. ये पेमेंट बैंक बनने से एक साथ देश के गांव तक बैंकों का जाल बिठेगा, जनधन अकाउंट का लाभ मिलेगा.
और सामान्य मानवीय मनरेगा का पैसा भी अब आधार के द्वारा उसके खाते में जा रहा है, करप्शन कम हो रहा है, उसमें ये बैंकों का जो पेमेंट बैंक बनाने में पोस्ट ऑफिस का हमारे देश में जो भी पीएसयू बनते हैं वे पीएसयू या तो गड्ढे में जाने के लिए बनते हैं, या तो लुढ़क जाने के लिए बनते हैं, या ताले लगने के लिए बनते हैं, या फिर बेचने के लिए बनते हैं। ये उसका इतिहास रहा है। हमने एक नई कार्य संस्कृति लाने का प्रयास किया है और आज मैं पहली बार संतोष के साथ कहता हूं, जो एयर इंडिया पूरी तरह बदनाम हुआ करता था, पिछले साल हम एयर इंडिया के उसके ऑपरेशनल प्रॉफिट में लाने में सफल हुए हैं। बीएसएनएल, सारी दुनिया की टेलीकॉम कंपनियां कमा रही हैं, बीएसएनएल गड्ढे में जा रहा था। पहली बार बीएसएनएल को ऑपरेशनल Parade is ready for inspection, sir. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. स्पेक्ट्रम की नीलामी एक जमाना था, आक्षेपों के घेरे में फंसी पड़ी थी। हमने ऑनलाइन उसका ऑक्शन किया और आज देश का खजाना भी भरा, स्वस्थ कंपटीशन भी हुई और उसके कारण देश का लाभ हुआ। भाइयों बहनों, आज का विश्व एक ग्लोबल इकोनॉमी का युग से गुजर रहा है। आज हर देश इंटरकनेक्टेड है, इंटरडिपेंडेंट है। आर्थिक विषयों से पूरा विश्व एक प्रकार से किसी न किसी रूप से जुड़ा हुआ है। हम हमारे देश में कितनी ही प्रगति करें, लेकिन इसके साथ साथ हमें वैश्विक इकोनॉमी को ध्यान में रखते हुए, ग्लोबल एरिना को ध्यान में रखते हुए हमारे देश को भी वैश्विक मानकों में खरा उतारना पड़ेगा, उसकी बराबरी से लाना पड़ेगा। तब जाकर के हम रिलेवेंट रहेंगे, तब जाकर के हम अपना योगदान दे पाएंगे और तब
जा करके वक्त आने पर हम विश्व की अर्थव्यवस्था का नेतृत्व भी कर पाएंगे। और इसलिए हमें अपने आप को हर पल सज्ज करना पड़ेगा। अगर अपने आप को सज्ज करना है तो वैश्विक मानकों के साथ हमने ताल मिलाना होगा। पिछले दिन आप लोग देखा होगा, वर्ल्ड बैंक हो, IMF हो, वर्ल्ड इकोनॉमिक फोरम हो, क्रेडिट रेटिंग एजेंसीज हो, दुनिया में जितनी प्रकार की संस्थाएं हैं, सबने भारत की प्रगति को सराहा है। भारत के एक के बाद एक निर्णयों के कारण कानूनी सुधार, व्यवस्था में सुधार, अप्रोच में बदलाव, इन चीज को दुनिया बराबर देख रही है। ईज ऑफ डूइंग बिजनेस, हमने बहुत तेजी से हमारा रैंकिंग में सुधार किया है। विदेश निवेश के मामले में, फॉरेन डायरेक्ट इन्वेस्टमेंट के मामले में हमारे देश में आज दुनिया के अंदर अगर सबसे पसंदीदा कोई देश है तो हिंदुस्तान बन गया है। विकास दर में देश की बड़ी बड़ी अर्थव्यवस्था को भी हमने ग्रोथ रेट की दुनिया में, जीडीपी में हमने पीछे छोड़ दिया है। भाइयों बहनों, यूनाइटेड नेशन की एक संस्था ने अभी अनुमान लगाया है कि भारत आज आने वाले 2 साल में क्या होगा। उन्होंने अनुमान लगाया है कि जो भारत आज इस अर्थव्यवस्था के दायरे में 10वें नंबर पर खड़ा है, उन्होंने यूएन की इंस्टीट्यूट ने कहा है कि 2 साल के भीतर भीतर वे 10वें नंबर से 3रे नंबर पर आ जाएंगे। भाइयों बहनों, वैश्विक मानकों में लॉजिस्टिक सपोर्ट, इंफ्रास्ट्रक्चर, इन सारी बातों का भी आज लेखा जोखा होता है। दुनिया के समृद्ध देशों के साथ तुलना होती है। भाइयों बहनों, वर्ल्ड इकोनॉमिक फोरम ने भारत के इस लॉजिस्टिक सपोर्ट के संबंध में, इंफ्रास्ट्रक्चर के संबंध में एनालिसिस करके हमें कहा है, पहले से भारत 19 रैंक ऊपर चला आया है और भारत बहुत तेजी से ऊपर आगे बढ़ रहा है। भाइयों बहनों, हमारे देश में जिस प्रकार से हम एक वैश्विक संदर्भ में भी एक गतिशील और प्रिडिक्टेबल अर्थव्यवस्था को लेकर के आगे बढ़ रहे हैं। अभी अभी जो जीएसटी का कानून पास हुआ, वो भी उसमें एक ताकत देने वाला काम हुआ है और वो सभी दल उसके लिए अभिनंदन के अधिकारी हैं। भाइयों बहनों, इस अभियान के संबंध में मैंने यहीं से चर्चा की थी। बेटी बचाओ बेटी पढ़ाओ, हम कोई काम टुकड़ों में नहीं करते, हमारा एक इंटीग्रेटेड अप्रोच होता है। और बेटी बचाओ बेटी पढ़ाओ में हमने जो इनिशिएटिव लिए हैं, उसमें अभी भी मुझे समाज के सहयोग की आवश्यकता है। एक एक माँ बाप को सजाग होने की आवश्यकता है। हम बेटियों का सम्मान बढ़ाएं, बेटियों की सुरक्षा करें, सरकार की योजनाओं का लाभ दें। हमने सुकन्या समृद्धि योजना से करोड़ों परिवारों को जोड़ा है। जो बेटी बड़ी होगी तो उसकी गारंटी दे देता है। हमने महिलाओं को लाभ हो उस प्रकार के बीमा योजनाओं को सबसे ज्यादा बल दिया है, उसके कारण उनको फायदा होने वाला है। हमने इंद्रधनुष टीकाकरण की योजना, क्योंकि माताओं बहनों को മുൻനിരയിലെ കണ്ടിജൻസ് കോളം ഫോർമേഷനിൽ സ്ലോ മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ये 2 काम कर लिए, शिक्षित कर लिया, आप मान के चलिए घर में एक महिला भी अगर शिक्षित है, शारीरिक रूप से सशक्त है, आर्थिक रूप से स्वतंत्र है, एक महिला गरीब से गरीब परिवार को भी गरीबी से बाहर निकालने की ताकत रखती है। और इसलिए गरीबी के खिलाफ लड़ाई लड़ने में महिलाओं का सशक्तिकरण, महिलाओं का स्वास्थ्य, महिलाओं का आर्थिक संपन्नता, शारीरिक संपन्नता, उस पर बल देकर के हम काम कर रहे हैं। और इसलिए मेरे भाइयों बहनों, मुद्रा योजना, मुझे खुशी हुई, मुद्रा योजना का लाभ 3.5 करोड़ से ज्यादा परिवारों ने लिया और उसमें अधिकतम नए लोग थे जो बैंक के दरवाजे पर पहुंचे। उसमें भी
മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ ശ്രീമതി മെറിൻ ജോസഫ് IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ N സുരേഷ് ആണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ജാബീർ C നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ VO ഷാജിമോന്റെ നേതൃത്വത്തിലുള്ള SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി KAP 1ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ G മുരളീധരൻ നായർ നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ആൻസൺ KAയുടെ നേതൃത്വത്തിലുള്ള KAP 2ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. KAP 3ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ R പത്മാശങ്കർ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ A ശ്രീനിവാസൻ നയിക്കുന്ന KAP 4ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ AR മോഹനകുമാർ നയിക്കുന്ന KAP 5ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സാലു K തോമസ് നയിക്കുന്നു.
Advance in column of threes. Parade. Right turn. അടുത്തതായി പരേഡിൽ പങ്കെടുത്ത കണ്ടിജൻസ് ലൈൻ ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ ശ്രീമതി മെറിൻ ജോസഫ് IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ N സുരേഷ് ആണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ജാബിർ C നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ VO ഷാജിമോന്റെ നേതൃത്വത്തിലുള്ള SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി KAP 1ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ G മുരളീധരൻ നായർ നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ആൻസൺ KAയുടെ നേതൃത്വത്തിലുള്ള KAP 2ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. KAP 3ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ആർ പത്മശങ്കർ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ശ്രീനിവാസൻ നയിക്കുന്ന KAP 4ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ AR മോഹനകുമാർ നയിക്കുന്ന KAP 5ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സാലൂക്കി തോമസ് നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കർണാടക സ്റ്റേറ്റ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ നയിക്കുന്നത് റിസർവ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ഹേമകുമാർ B ആണ്. ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി സായുധ പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ നയിക്കുന്നത് റിസർവ് ഇൻസ്പെക്ടർ ശ്രീ C സത്യദാസ് ആണ്. വനിതാ പോലീസ് ഇൻസ്പെക്ടർ ശ്രീമതി ലത L നയിക്കുന്ന തിരുവനന്തപുരം സിറ്റി വനിതാ പോലീസിന്റെ പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീ സജീവ് നയിക്കുന്ന കേരള പ്രിസൺസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ്. കേരള അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ വിജയ് കൃഷ്ണ KU നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ ഉദയസൂര്യൻ VB നയിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റ് ആണ്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ രാജീവ് G ആണ്.